ഭാഗമായിട്ട് നമ്മൾ ഇങ്ങനെ നിന്നാലോ? ഏതെങ്കിലും പെണ്ണിനെ പോയി ഒന്ന് വാറ്റിയാലോ? നമ്മുടെ ഹീറോ ഭാസ്കർ വന്നിട്ട് മതിയത്. അവൻ എവിടെ? ഇപ്പൊ വരുമല്ലോ. വിക്രമ, അങ്ങോട്ട് നോക്ക്, നമ്മുടെ ഭാസ്കർ പിള്ള വരുന്നു. ഓ ഭാസ്കരപിള്ളേ, നീ വരാതെ നമുക്ക് എന്താ ആഘോഷം? എടാ ഭാസ്കരപിള്ളേ, എന്താടാ? നീ എന്താ വരാൻ താമസിച്ചത്? എടാ, ഇന്നെന്റെ പിറന്നാളാണ്. ഓഹോ, പിറന്നാളായിരുന്നോ? നിനക്ക് എത്ര വയസ്സായി? എനിക്ക് ഇന്ന് 17 വയസ്സ് തികയുന്നു. 17 വയസ്സോ? അതെ. പക്ഷേ നിന്നെ കണ്ടാൽ പറയത്തില്ല കേട്ടോ. മാക്സിമം ഒരു 14 പറയും. അത് എക്സസൈസ് ചെയ്യുന്നതിന്റെ ഗുണം, അല്ലാതെന്ത്? ഭാസ്കർ പിള്ള, എന്താടാ ഇന്ന് പാട്ട് നടത്തണം നമുക്ക്. അത് ശരിയാണ്. ഇന്ന് പിറന്നാളായിട്ട് നിന്റെ വക പാർട്ടിയുണ്ട്. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോടാ. ഇന്ന് എല്ലാവർക്കും റബ്ബർ മുട്ടായി വാങ്ങി. അത് മാത്രമല്ല പുളിമുട്ടായി. ഭാസ്കരപിള്ളേ, എന്തോ? ഇത്രയും വലിയ ചെലവ് നടക്കാൻ നിനക്ക് എവിടെ നിന്നാടാ കാശ്? ഇന്ന് പിറന്നാളല്ലേടാ, അതുകൊണ്ട് ഡാഡി എനിക്ക് പാക്കറ്റ് മണി തന്നു. ഓഹോ, അത് ആരാ പറഞ്ഞതെന്ന് നോക്കൂ. ഒരു സുന്ദരി കോല. എന്താണ് നിന്റെ പേര്? ശാരദാമണി. ശാരദാമണി, നല്ല പേര്. നോക്കൂ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ഞാൻ കോളേജിൽ വരുന്നത് പഠിക്കാനാണ്, അല്ലാതെ പ്രേമിക്കാനല്ല. വന്നിരിക്കുന്നു. പഠിച്ച് വലിയ കളക്ടറാകുമ്പോ ഈ പാവത്തുകളെ കൂടെ ഒന്ന് ഓർക്കണേ എന്ന സാധനമാണ്. അങ്ങനെ അങ്ങ് പോയാലോ? ആരാടാ എന്റെ സാരദാമണിയുടെ കയ്യിൽ കയറി പിടിച്ചത്? ഇനി ആരെങ്കിലും ഇവിടെ പുറകെ നടന്നാലുണ്ടോ? അത് ചോദിക്കാൻ നീ ആരാണ്? ഭാസ്കരപിള്ളേ, ഇവൻ ആരാണെന്ന് മനസ്സിലായോ? ഇവ ആരാണ്? നമ്മളെ കോളേജിലെ പാവപ്പെട്ട പിള്ളേർക്ക് പീടി കൊടുക്കുന്നത് ഇവനെ. ശരിയാണല്ലോ ഞാൻ കേട്ടത്. ഭാസ്കര പിള്ളേ, എന്താണ്? നീ എന്റെ കൂടെ നിന്നാൽ ഈ കോളേജിൽ നമുക്ക് ബിസിനസ് നടത്താം. മാർദിക്കട, എന്നെ അറിയാവുന്നവരോടെല്ലാം നാം പറഞ്ഞിട്ടുണ്ട്, നക്കാറ്റിക് ഈസ് എ ഡയറക്റ്റ് ബിസിനസ്. നീ ചെയ്യില്ല, നീയും ചെയ്യ. നീ എന്നെ ഒന്ന് തള്ളി, നാടത് ശ്രമിച്ചു. നീ പിന്നെയും തള്ളി, ഞാൻ പിന്നെയും അത് ശ്രമിച്ചു. ഇനി എന്റെ ദേഹത്ത് കൈവച്ചാൽ ഞാൻ ക്ഷമിക്കില്ല. ഇനി നിന്നെ തള്ളാൻ നോക്കുന്നത് ഞാനല്ല, പിന്നെ ആരാണ്? ജംബുലിംഗം. വിക്രമൻ തമ്പി, ഓ കുറെ നാളായി കയ്യിൽ കാറുകൊണ്ട് നൂത്തിട്ട് ചീപ്പ് ഷൈനിങ് ആണെന്ന് വിചാരിക്കരുത്. ഇതെന്റെ HMD വാച്ച്. ഒരു 10-12 രൂപ വില വരും. ഇത് പിടിക്കും. നമ്മളെ ഭാസ്കരപിള്ളയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഭാസ്കരപിള്ളയോടാണ് അവന്റെയൊക്കെ കളി. കാലെണ്ണയുണ്ട്, കൊണ്ടുപോയി ഒരു പുഴുങ്ങിയ താരമുട്ട വേവിച്ച് കഴിക്കും. താടി നല്ല കട്ടക്ക് നിന്നാലേ നിനക്കും ആര്യനാട് ശിവസുന്ദരനും ഒക്കെ കട്ടക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. എന്റെ കളി എന്റെ ഭാസ്കരപിള്ളയോടാണ്. ഭാസ്കരമോളെ, അങ്ങോട്ട് നോക്കൂ, ആരെ നോക്കൂ, നിന്റെ സരോജം. ഇനി നമ്മളിവിടെ നിന്ന് സ്വർഗത്തിലെ കട്ടറും ഭാഗത്തില്ലേ? എന്തിനാണ് പോകുന്നത്? കുഴപ്പമില്ലായിരുന്നു.
സരോജം, എന്താണ് മുഖത്ത് വല്ലാത്തൊരു... ഇന്ന് കോളേജിൽ വിടുന്നതിന് മുന്നേ നമ്മുടെ കല്യാണമല്ലേ? അതിനെ പറ്റി ഓർത്തപ്പോ... അതിനെപ്പറ്റി ഓർത്ത് എന്തിനാ ടെൻഷൻ അടിക്കണം? നിന്റെ കൂടെ ഞാനില്ലേ? ഭാസ്കർ പിള്ളേ, സരോജം, ആ മതി മതി മതി, നിങ്ങളുടെ പ്രേമമൊക്കെ ഇനി ഇത് കല്യാണം കഴിഞ്ഞിട്ട് മതി. കല്യാണത്തെ പറ്റി പറയുമ്പോ തന്നെ പേടിയാകുന്നു. അമ്മ എങ്ങനെ അറിഞ്ഞാലോ? അമ്മ എറിഞ്ഞാൽ അതിനൊരു വഴിയുണ്ട്. വരും. നിന്റെ അമ്മ എന്തെങ്കിലും ചോദിച്ചാൽ എന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്നു എന്ന് പറഞ്ഞാൽ മതി. ഞാനങ്ങനെ പറഞ്ഞാൽ അവരത് വിശ്വസിക്കും. നീ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത്? നിന്നെയല്ല വിളിച്ചത്, ഞാൻ അവളെയാണ് വിളിച്ചത്. മാധവൻ, കല്യാണം കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകും? കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ഊട്ടിയിലേക്ക്. അവിടെ ആരിയിരിക്കുന്നു? അവിടെ തണുപ്പുണ്ട്, അതുകൊണ്ട് ആരും അവിടെ ഇരിക്കാറില്ല. അയ്യോ, ഭാസ്കർ പിള്ളേ, ഞാൻ ബാഗ് എടുക്കാൻ മറന്നുപോയി. കൂട്ടുകാരുടെ വീട്ടിലാ. എന്തിനാണ് ബാഗ്? നിന്റെ വീട്ടുകാരുടെ ഒരു സാധനം എനിക്ക് വേണ്ട. എനിക്ക് നിന്നെ മാത്രം മതി. ഭാസ്കർ പിള്ളേ, എന്റെ സരോജം, പക്ഷേ ആ ബാഗിലാണ് അമ്മയുടെ അലമാരിയിൽ നിന്ന് എടുത്ത 10 പവൻ. പോയി എടുത്തോണ്ട് വാടി. അതിനുള്ളതാണ്. പെണ്ണുങ്ങൾക്ക് ഇത്ര മറവി പാടില്ല. എങ്ങനെയും അത് കൈക്കലാക്കണം. എന്നിട്ട് അത് വിറ്റിട്ട് വേണം എനിക്ക് വെൽബോട്ടമുള്ള ഒരു പാൻറ് എടുപ്പിക്കാൻ. ഒരു കാര്യം ചെയ്യാം, ബാഗൊക്കെ പിന്നെ എടുക്കാം. നീ പോയി ഇവിടെ കെട്ടാൻ വേണ്ടിയുള്ള താലി വാങ്ങിയിട്ട് വാ. നാനിപ്പോ വാ, പോയിട്ട് വാ, പോയിട്ട് വാ. എടാ നോക്കടാ, നമ്മുടെ പ്രിൻസിപ്പാൾ അദ്ദേഹം ഇങ്ങോട്ട് വരും. അയ്യോ, ഒരു കാരണവശാലും അദ്ദേഹത്തെ ഇവിടെ നിർത്തരുത്. പറഞ്ഞു വിടണം. പിള്ളാരെ വരീൻ. വരൂ, വരൂ. നിങ്ങൾ എന്ത് വിവരക്കെടാണ് കാണിക്കുന്നത്? പ്രിൻസിപ്പാളിനെ പറഞ്ഞു വിടുന്നതാണ്. എന്തിനു പറഞ്ഞു വിടുന്നു? അദ്ദേഹം ഞങ്ങളുടെ വിവാഹം നടത്താനാണ് വന്നിരിക്കുന്നത്. ആണോ? അയ്യോ, മാപ്പ്. താലി കെട്ടട്ടെ. നിർത്തി. നിനക്കിത് എങ്ങനെ എന്നോട് ചെയ്യാൻ തോന്നി? ശപിക്കരുത് അമ്മേ, ശപിക്കരുത്. അമ്മ മാറി. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അയ്യോ, ഭാസ്കർ പിള്ളേ, ഒന്നും ചെയ്യല്ലേ. ഭാസ്കർ പിള്ളേ, ഒന്നും ചെയ്യല്ലേ. സരോജം, എന്തോട് അഭിനയം? ഇപ്പോഴെങ്കിലും നീ ഒന്ന് തടസ്സം പിടിക്കാൻ വന്നല്ലോ. എന്റെ 2 പല്ല് വയറ്റിൽ പോയി. പെറ്റ വയറിന്റെ വേദന നിനക്കറിയില്ല മകളെ. അതിനമ്മ വിഷമിക്കണ്ട. എത്രയും വേഗം തന്നെ ആ വേദന ഞാൻ അവളെ അറിയിച്ചു കൊടുക്കാം. ജീവിച്ച് കുറേ വർഷമായിട്ട് ഞാൻ ജീവിച്ചത് നിനക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ വിവാഹം നടന്നാൽ ഞാൻ ഇവിടെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും മോളെ. വേണ്ട അമ്മേ, ഞാൻ എന്റെ അമ്മയുടെ കൂടെ വന്നോളാം. സരോജം, നീ എന്താണ് പറയുന്നത്? വേണ്ട ഭാസ്കര പിള്ളേ, ഞാൻ പോകുന്നു. സരോജം, നീ പോയ പിന്നെ എനിക്കാറുണ്ട്. എനിക്ക് എന്റെ അമ്മേനെ വിഷമിപ്പിക്കാൻ പറ്റില്ല ഭാസ്കര പിള്ളേ. എന്താണ് ഈ സരോജം പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ നീ അവൾ ഏതാണെന്ന് പറ്റിച്ചു. ഇപ്പൊ ഇനി അവൾ പറയാൻ പോകുന്ന ഡയലോഗ് എന്താണെന്ന് ഞാൻ പറയാം. എന്താണത്? ഭാസ്കരൻ പിള്ള എന്നോട് ക്ഷമിക്കണം. ഭാസ്കരൻ പിള്ളക്ക് എന്നെക്കാൾ നല്ല പിള്ളനെ കിട്ടും. ഭാസ്കരൻ പിള്ള എന്നെ മറന്നേക്കൂ. ഇതാണ് അവൾ പറയാൻ പോകുന്നത്. ഇത് സാറിന് എങ്ങനെ മനസ്സിലായി? സരോജം, റൈറ്റാമ്പേറ്റ് കാലം മുതലേ ഞങ്ങൾ പറയുന്ന ഡയലോഗാണിത്. ഇനി തേക്കാൻ പോകുന്ന പെണ്ണുങ്ങൾ 2022-ലും ഈ ഡയലോഗ് തന്നെയാണ് പറയുന്നത്. സരോജം, പോട്ടെ ഭാസ്കര പിള്ളേ. സരോജം, കരയരുത് ഭാസ്കര പിള്ളേ, കരയരുത്. ഇല്ലടാ, എനിക്കിനി ഒരു ജീവിതമില്ല. ഇനിയുള്ള കാലം ഞാൻ അപ്പജം, എന്താ കോളേജിൽ വരാൻ വൈകിയത്? സോറി സാർ, എനിക്ക് ബസ് കിട്ടാൻ താമസിച്ചു. ഇനി ഇത് ആവർത്തിച്ചാൽ നിന്റെ കോളേജിൽ നിന്നും പറഞ്ഞു വിടും. പത്മജത്തിനെ കോളേജിൽ നിന്ന് പറഞ്ഞു വിടേണ്ട സാർ. എന്ത്? നാളെ മുതൽ പത്മജ കോളേജിൽ നേരത്തെ എത്തും. അതെങ്ങനെ നിനക്കറിയാം? നാളെ മുതൽ
ഇവിടുത്തെ കോളേജിലേക്ക് വരുന്നത് എന്റെ സൈക്കിളിന്റെ പുറകിലിരുന്നാണ്. ഇതിലേക്ക് അങ്ങനെയൊക്കെ സംഭവിച്ച് ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. തീരം നേരം